ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ 48ാമത്തെ ക്ലാസ് ആണ് നമ്മുടെ ഇന്നത്തെ. ഇതുവരെയും നിങ്ങൾ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ടോപ്പിക്ക് ഹിമാലയൻ നദികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു നദിയാണ് ബ്രഹ്മപുത്ര നദി. ബ്രഹ്മപുത്ര നദിയുടെ സവിശേഷതകളും അതേപോലെ തന്നെ അതിൻ്റെ പോഷക നദികൾ ഏതൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചുമാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ക്ലാസ് മൊത്തമായിട്ടൊന്ന് കാണാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. അതേപോലെ തന്നെ ഇതിൻ്റെ PDF നോട്ട് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ടെലഗ്രാം ചാനൽ കൂടി ഒന്ന് ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ സിന്ധു നദിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ക്ലാസ്സും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർ ഒന്ന് പോയി കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ബ്രഹ്മപുത്ര നദി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിൽ ഹിമാലയൻ നദികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നദികളായിരുന്നു ഏതൊക്കെയെന്ന് പറയുന്നത് ബ്രഹ്മപുത്ര നദി, അതേപോലെ തന്നെ എന്താണ് സിന്ധു, ഇൻഡസ് എന്ന് പറയുന്നു, അതേപോലെ തന്നെ ഏതാണ് ഗംഗ എന്ന് പറയുന്നത്. നമ്മൾ അതിന് കോഡായിട്ട് പറഞ്ഞിരുന്നു, ബിഗ് എന്ന് ഓർത്ത് പഠിച്ച് വച്ചാൽ മതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹിമാലയൻ നദികളിലെ പ്രധാനപ്പെട്ട 3 നദികൾ ഏതൊക്കെയാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ കോഡാണ് ബിഗ് എന്ന് ഓർത്താൽ മതി. അപ്പോൾ നമ്മൾ പറഞ്ഞു ബ്രഹ്മപുത്ര, അതേപോലെ തന്നെ ഇൻഡസ്, അതേപോലെ തന്നെ ഗംഗ, ഈ 3 നദികളുമാണ് ഹിമാലയൻ നദികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നദികൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞു, അതായത് എന്താണ് കിഴക്കോട്ടേക്ക് ഒഴുകുന്ന നദികൾ, അതായത് കിഴക്കോട്ടേക്ക് ഒഴുകുന്നത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ കാണുന്നതാണ്. അതായത് കിഴക്കോട്ടേക്ക് ഒഴുകി അവസാനം എവിടെ, ബേ ഓഫ് ബംഗാളിൽ ബംഗാൾ സമുദ്രത്തിലേക്ക് എത്തിച്ചേരുന്ന നദികളാണ് ഈ പറയുന്ന ബ്രഹ്മപുത്രയും അതേപോലെ തന്നെ ഗംഗ എന്ന് പറയുന്ന നദിയും. ഓക്കെ, അപ്പോൾ ഈ 2 നദികളും കിഴക്കോട്ടേക്ക് ഒഴുകുന്നു. എന്നാൽ പടിഞ്ഞാറോട്ടേക്ക് ഒഴുകുന്നത് ഇൻഡസ് ആണ്. ഇൻഡസ് ഇങ്ങനെ കറങ്ങി അവസാനം എന്താണ് നിലവിലെ ഇന്ത്യയിലൂടെ കറങ്ങി അവസാനം പാകിസ്ഥാനിലൂടെ കറങ്ങി അവസാനം എവിടെ എത്തുന്നു, ഇവിടെ അറബിക്കടലിൽ ചെന്ന് ചേരുന്ന നദിയാണ് ഏതെന്ന് പറയുന്നത് സിന്ധു എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബ്രഹ്മപുത്ര നദി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, അതായത് എവിടെ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അതായത് ഇവിടെയാണ്, അതായത് ഹിമാലയം ഇവിടെ നമുക്കറിയാം. അപ്പോൾ ഹിമാലയത്തിലെ തന്നെ കൈലാഷ് പർവ്വതനിരയുടെ തൊട്ട് താഴെയായി കാണുന്ന മാനസ സരോവർ ലേക്കിന്റെ തൊട്ടടുത്തുള്ള എന്താണ് ചെമയുന്തും ഗ്ലേഷ്യർ എന്ന് പറയുന്ന ഒരു ഹിമാനിയിൽ നിന്നുമാണ് എന്ത് ഉത്ഭവിക്കുന്നത്, ബ്രഹ്മപുത്ര എന്ന് പറയുന്ന നദി ഉത്ഭവിക്കുന്നത്. അപ്പോൾ ബ്രഹ്മപുത്ര നദി ഇവിടെ നിന്നാണ് മക്കളെ ഉത്ഭവിക്കുന്നത്. ഇത് ഇങ്ങനെ ഉത്ഭവിച്ചത് ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഇങ്ങനെ വന്ന് അവസാനം എന്ത് ചെയ്യുന്നു, അരുണാചൽ പ്രദേശിലൂടെ കടന്ന് നേരെ ഇങ്ങോട്ടേക്ക് വന്ന് അസമിലൂടെ കടന്ന് അവസാനം നേരെ താഴത്തേക്ക് വന്ന് ബംഗ്ലാദേശിലേക്ക് കയറി അവസാനം ബേ ഓഫ് ബംഗാളിൽ ചെന്ന് ചേരുന്ന നദിയാണ് ഏതെന്ന് പറയുന്നത് ബ്രഹ്മപുത്ര നദി എന്ന് പറയുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അതായത് ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെ നിന്നാണ്, അതൊരു ബേസ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ എന്താണ് ടിബറ്റിൽ നിന്നുള്ള ഒരു ആൻസറിൽ എന്താണ് ഈ പറയുന്ന എന്താണ് നമ്മുടെ മാനസ സരോവർ തടാകത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് ഏതെന്ന് പറയുന്നത് ഈ പറയുന്ന നമ്മുടെ ബ്രഹ്മപുത്ര നദി എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് പറയാം. അതല്ലെങ്കിൽ അതായത് കുറച്ചും കൂടെ എന്താണ് നല്ലൊരു എക്സാം ആണ്, അതേപോലെ കുറച്ചുകൂടി ഡെപ്തിലേക്കുള്ള ഒരു ചോദ്യമാണെങ്കിൽ ചോദ്യം വരുന്നതിൻ്റെ അകത്ത് ഓപ്ഷനിൽ കാണുന്നത് ഒരിക്കലും എന്താണ് ടിബറ്റ് കാണത്തില്ല, അതേപോലെ തന്നെ മാനസ സരോവർ കാണത്തില്ല. പിന്നെ അവിടെ വരുന്ന നിലവില് ചോദ്യത്തിന്റെ ഓപ്ഷനായിട്ട് വരുന്നത് അത് ചെമയുന്തും ഗ്ലേഷ്യർ എന്ന് പറയുന്ന സ്ഥലമായിരിക്കും. ഓക്കെ, അപ്പോൾ എവിടെ നിന്നാണ് ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരമാണ് ചെമയുന്തും ഗ്ലേഷ്യർ. ഒന്ന് പറഞ്ഞേ, ചെമയുന്തും ഗ്ലേഷ്യർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഏത് നദി ഉത്ഭവിക്കുന്നത്, നമ്മുടെ ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബ്രഹ്മപുത്ര നദി ഉത്ഭവിച്ച് ഏതൊക്കെ രാജ്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു മാപ്പ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഇവിടെ എന്താണ് ടിബറ്റ്, അതായത് ചൈന ടിബറ്റ് ആണ് ഈ കാണുന്നത്. ഇവിടെ നിന്നും ഇങ്ങനെ വന്നതിന് ശേഷം നേരെ ഇന്ത്യയിലേക്ക് കടക്കുന്നു. ഇന്ത്യയിലൂടെ കടന്ന് അവസാനം എന്താണ് ബംഗ്ലാദേശിലൂടെയും കടന്നാണ് അവസാനം ബേ ഓഫ് ബംഗാളിൽ ചെന്ന് ചേരുന്നത്. അപ്പോൾ എത്ര രാജ്യങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര രാജ്യങ്ങളാണ്, അതായത് 3 രാജ്യങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് എന്ന് നമുക്ക് പറയാം, ഏത് ബ്രഹ്മപുത്ര നദി എന്നുള്ളത്. ഓക്കെ, അതേപോലെ തന്നെ ഇതിന്റെ പോഷക നദികളും നമുക്ക് നോക്കാനുണ്ട്. അതായത് ഇതാണ് വലിയൊരു നദി, ആ നദിയുടെ എന്താണ് സൈഡിലൂടെ ഉള്ള ചെറിയ ചെറിയ നദികളാണ് പോഷക നദികൾ എന്ന് പറയുന്നത്. മറ്റുള്ള നദികളെ അപേക്ഷിച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ ബ്രഹ്മപുത്ര നദി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ എന്താണ് ഈ ഒരു റെഡിഷ് കളർ കാണുന്നത് ആ ഒരു നദിയെ തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇന്ത്യയുടെ ചുവന്ന നദി എന്നറിയപ്പെടുന്ന നദി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവും ഏത് തന്നെയാണ്, നമ്മുടെ ബ്രഹ്മപുത്ര നദിയാണ്. അതായത് ഹിമാലയത്തിലെ ഈ പറയുന്ന മടക്കു പർവ്വതത്തിലൂടെ ഇടിച്ച് ഒഴുകി കലങ്ങി മറിഞ്ഞാണ് ആര് വരുന്നത്, പ്രകമ്പനം കൊള്ളിച്ച് വരുന്ന ഒരു നദിയാണ് ഏതെന്ന് പറയുന്നത് ബ്രഹ്മപുത്ര നദി. അതുകൊണ്ട് തന്നെയാണ് ഇത് ചുമന്ന്
വരുന്ന നദി എന്നറിയപ്പെടുന്നത്. കാരണം കുത്തൊഴുക്കുകളും അതേപോലെ തന്നെ ഈ പറയുന്ന ചേറും അതേപോലെ തന്നെ എന്താണ് ഇതെല്ലാം അടിഞ്ഞുകൂടി അവസാദങ്ങളെ ഒക്കെ ഒഴുക്കിക്കൊണ്ട് വരുന്ന ഒരു നദിയാണ് ശരിക്കും ഏതെന്ന് പറയുന്നത് ബ്രഹ്മപുത്ര നദി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ചുവന്ന നദി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതേപോലെ തന്നെ ഏറ്റവും വലിയ നദി എന്ന് പറയുമ്പോൾ അതിന്റെ ആഴത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഏറ്റവും വലിയ നദി എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും വലിയ നദി എന്നറിയപ്പെടുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവും ഏത് തന്നെയാ ബ്രഹ്മപുത്രയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ആഴമുണ്ട്, അതുകൊണ്ട് തന്നെ എന്താണ് ഏറ്റവും കൂടുതൽ ജലം ഉൾക്കൊള്ളുന്ന നദി എന്നറിയപ്പെടുന്നതും ഏത് തന്നെയാ ബ്രഹ്മപുത്രയാണ്. അതേപോലെ തന്നെ ബ്രഹ്മപുത്ര എന്താണ് അസം ആ ഒരു പ്രദേശത്തൊക്കെ ശരിക്കും പറഞ്ഞാൽ വെള്ളപ്പൊക്കം ഉണ്ടാക്കുന്നതും ഈ പറയുന്ന എന്താണ് നമ്മുടെ ബ്രഹ്മപുത്ര നദിയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ട്രിബ്യൂട്ടറി ഒക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നിന്നൊക്കെ വരുന്ന ജലം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ബ്രഹ്മപുത്ര എപ്പോഴും കവിഞ്ഞ് ഒഴുകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ അത്രത്തോളം എന്താണ് ഒരു വലിയ നദി എന്നറിയപ്പെടുന്നത് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബ്രഹ്മപുത്ര നദിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് അറിവിലേക്ക് വയ്ക്കുക. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ഇതിലേക്ക് നോക്കാം. അതായത് ഈ കാണുന്നതാണ് നമുക്ക് എന്താണ് ഇതാണ് മൗണ്ട് കൈലാഷ് എന്ന് പറയുന്ന പർവ്വതനിര. അപ്പോൾ മൗണ്ട് കൈലാഷ് പർവ്വതനിരയുടെ ഈ കാണുന്ന ഒരു പോയിന്റ് നിങ്ങൾ കണ്ടോ, അതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ മാനസ സരോവർ എന്ന് പറയുന്നത്. ഈ മാനസ സരോവറിന്റെ തൊട്ടടുത്ത് ചെമയുന്തും ഗ്ലേഷ്യർ, ഇവിടെ നിന്നാണ് നമ്മുടെ ബ്രഹ്മപുത്ര എന്ത് ചെയ്യുന്നത് ഇങ്ങനെ ഒഴുകി 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 കണ്ടോ ബംഗ്ലാദേശ് ഉണ്ട്, അതുകൊണ്ട് നേരെ എന്താണ് ബേ ഓഫ് ബംഗാളിലേക്ക് കയറുന്നു. അപ്പോൾ ഇങ്ങനെ ഇവിടെ നിന്ന് എന്ത് ചെയ്യാണെന്ന ഒഴുകി 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 അരുണാചൽ പ്രദേശ്, ആസാം ഇങ്ങനെ കടന്ന് നേരെ ബംഗ്ലാദേശിലൂടെ കടന്ന് അവസാനം ഇവിടെ എത്തുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായി ഏതൊക്കെയാന്നുള്ളത്. അതായത് ഇവിടെയാണ് ടിബറ്റൻ പ്ലേറ്റു, അതായത് എന്താണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പീഠഭൂമി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വലിയ പീഠഭൂമി ഏതാന്ന് ചോദിച്ചാൽ അതൊക്കെ ഏതാണ് ഈ പറയുന്ന ടിബറ്റൻ പീഠഭൂമി എന്നറിയപ്പെടുന്നത് ഈ ഒരു പ്രദേശമാണ്. കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത്രയും വലിയൊരു പ്രദേശമാണ്. അപ്പോൾ ഇതിന്റെ അകത്തത് ഇവിടെ നിന്ന് ഇങ്ങനെ ഒഴുകി ഒഴുകി ഒഴുകിയാണ് ആര് വരുന്നത്, നമ്മുടെ ബ്രഹ്മപുത്ര വരുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും ദൂരം ഒഴുകി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും ഏറ്റവും കൂടുതൽ ഒഴുകുന്നത് ടിബറ്റിലൂടെയാണ്. അത് കഴിഞ്ഞ ശേഷം കുറച്ച് ഭാഗം മാത്രമാണ് നമ്മുടെ ഇന്ത്യയിലൂടെ ഉള്ളൂ. ആകപ്പാടത് ഇത്രയും പോർഷൻ മാത്രമേ ഇന്ത്യയിലൂടെ, അത് കഴിഞ്ഞാൽ നേരെ ബംഗ്ലാദേശിലേക്ക് ഇവിടെ നിന്ന് എന്താണ് ബംഗ്ലാദേശിലേക്ക് കയറുന്നത്, നേരെ ബേ ഓഫ് ബംഗാളിലേക്ക് കയറുന്നു. അപ്പൊ ഇവിടെ വരുമ്പോൾ നിങ്ങൾ കാണുമ്പോൾ മറ്റൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതായത് ഇവിടെ നിന്നൊരു ഗംഗ വരുന്നുണ്ട്. ഗംഗ നമ്മൾ പറഞ്ഞു, അതായത് ഉത്തരാഖണ്ഡിൽ നിന്നും എന്താണ് ഇവിടെ നിന്നും ഉത്ഭവിച്ച് നേരെ എന്താണ് ബേ ഓഫ് ബംഗാളിലേക്ക് കയറാം. അപ്പൊ ഗംഗ എന്ന് പറയുന്നത് ബംഗ്ലാദേശിൽ എത്തിക്കഴിയുമ്പോൾ അന്ന് നമ്മൾ പറഞ്ഞു ഗംഗയെ പറയുന്ന പേരെന്താന്ന് ചോദിച്ചാൽ പത്മ എന്ന പേരിലാണ് ഗംഗ അന്നേരം അറിയപ്പെടുന്നത്. അതേപോലെ തന്നെ ബ്രഹ്മപുത്ര ഇവിടെ ബംഗ്ലാദേശ് എത്തിക്കഴിയുമ്പോൾ ജമുന എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ രണ്ടെണ്ണം കൂടി ഇവിടെ വെച്ച് എന്ത് ചെയ്യാണ്, ഒരുമിക്കുകയാണ്. പിന്നെ ഈ നദി അറിയപ്പെടുന്നത് മേഘ്ന എന്ന പേരിലാണ്. ഏതാണ് മക്കളെ, മേഘ്ന എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ നോക്കിയേ, ഗംഗയും അതേപോലെ തന്നെ എന്താണ് ബ്രഹ്മപുത്രയും കൂടി ഇവിടെ മെർജ് ആവുകയാണ്. എവിടെ, ബംഗ്ലാദേശിൽ വെച്ച്. ബംഗ്ലാദേശിൽ നിന്ന് പിന്നെ അവരെന്താ ഒറ്റ നദിയായിട്ടാണ് ഒഴുകുന്നത്. നോക്കി, ഒറ്റ നദിയാണ് പിന്നെ അവിടെ നിന്ന് വരുന്നുള്ളൂ. എനിക്ക് വരയ്ക്കാനായിട്ട് ഒരു ഓപ്ഷൻ ഇല്ല, അതുകൊണ്ടാണ്. അപ്പൊ ഇവിടുന്ന് ഒറ്റ നദിയായിട്ട് അവിടെ നിന്ന് ഒഴുകി വരുന്നത്. അപ്പൊ പിന്നെ എന്താണ് ഇത് അറിയപ്പെടുന്നതാണ് എന്തെന്ന്, അതായത് മേഘ്ന എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഇത് രണ്ടും കൂടി മെർജ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പേര് മേഘ്ന എന്നായിട്ട് മാറും. ബ്രഹ്മപുത്ര എവിടെ, അതായത് ബംഗ്ലാദേശിൽ ജമുന എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഗംഗ അതേപോലെ തന്നെ ബംഗ്ലാദേശിൽ അറിയപ്പെടുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, പത്മ എന്ന പേരിലാണ്. അപ്പോൾ പത്മയും ജമുനയും എന്താണ് ഒത്തുചേരുകയാണ്. അതിനുശേഷമാണ് എന്തായിട്ട് മേഘനയായിട്ട് മാറി നേരെ ബേ ഓഫ് ബംഗാളിലേക്ക് ഒഴുകി പോകുന്നത്. അപ്പൊ അത്രയും കാര്യം മനസ്സിലായെന്ന് കരുതുന്നു. അതേപോലെ തന്നെ ടിബറ്റില് ഈ പറയുന്ന നമ്മുടെ നദി അറിയപ്പെടുന്നത് യാർലുങ് സാങ്പോ എന്ന പേരിലാണ്. യാർലുങ് സാങ്പോ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് എന്നുള്ളതും ഓർത്തു വെക്കുക. യാർലുങ് സാങ്പോ. ഓക്കെ, അപ്പൊ യാർലുങ് സാങ്പോ. അപ്പൊ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചേക്കുക. പിന്നെ ഇൻഡസ് ഇങ്ങനെയാണ് പോകുന്നത്, പാകിസ്ഥാൻ. അതേപോലെ തന്നെ ഒരു കാര്യം കൂടി ഓർക്കുക, അതായത് എന്താണ് മൗണ്ട് കൈലാഷ്, അതായത് ടിബറ്റിൽ നിന്നും ഉത്ഭവിച്ച് എന്താണ് നിലവില് ഇൻഡസിലേക്ക് കയറുന്ന ഇൻഡസിന്റെ പോഷക നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് സത്ലജ് ആണ്. ഓക്കെ, അപ്പൊ സത്ലജ് ഇതേ നോക്കി ഇവിടെ നിന്നാണ്, അതായത് ഇവിടെ നിന്ന് ഒഴുകിയാണ് നേരെ അങ്ങോട്ടേക്ക് കയറുന്നത് ഈ പറയുന്നത്. അതേപോലെ തന്നെ എന്താണ് ജമ്മു കാശ്മീരിലൂടെ ഒഴുകി എത്തി എന്താണ് ഈ പറയുന്ന നമ്മുടെ എന്തിലേക്ക് കയറുന്നു, അതായത് ഇൻഡസിലേക്ക് കയറുന്നു. അതേപോലെ തന്നെ മൗണ്ട് കൈലാഷ് പർവ്വതനിരയിൽ നിന്നും എന്ത് ചെയ്യുന്നു, ഉത്ഭവിച്ച് ഇങ്ങോട്ടേക്ക് കയറുന്നതും ഒക്കെ ഏത് തന്നെയാണ്, സത്ലജ എന്നുള്ളതും ഒന്ന് ഓർത്ത് വയ്ക്കുക. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പൊ അതിന്റെ ഇടയിലൂടെ ഇങ്ങനെ കുറെ നദികളൊക്കെ വേറെ പോകുന്നുണ്ട്. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പിന്നീട് പഠിക്കാം. അപ്പൊ നമുക്ക് നേരെ പോയിന്റ്സിലേക്ക് പോവാം. ബ്രഹ്മപുത്രയുടെ ഉത്ഭവം മക്കളെ, എവിടെയാണ് ബ്രഹ്മപുത്രയുടെ ഉത്ഭവം? നമ്മൾ പറഞ്ഞു ഈ കാണുന്ന പ്ലേസ് ആണ് അതായത് ബ്രഹ്മപുത്രയുടെ ഉത്ഭവം എന്ന് പറയുന്നത് എവിടെയാ, ചെമയുങ്തുങ് ഹിമാനി. ചെമയുങ്തുങ് ഹിമാനിയിൽ നിന്നാണ് ഏത് നദി ഉത്ഭവിക്കുന്നത്,
ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്നത്. അപ്പോൾ ബ്രഹ്മപുത്ര നദിയുടെ ഉത്ഭവം എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? ചെമയുങ്തുങ് ഹിമാനിയിൽ നിന്നാണ്. ബ്രഹ്മപുത്രയുടെ ആകെ നീളം എത്രയാണെന്ന് ചോദിച്ചാൽ ബ്രഹ്മപുത്രയുടെ ആകെ നീളം, അതായത് മൗണ്ട് കൈലാഷ് ഇവിടെ എന്താണ് ചെമയുങ്തുങ് ഗ്ലേഷ്യറിൽ നിന്നുമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ മുതൽ എന്താണ് അവസാനം എന്താണ് ഇവിടെ വരെ എത്തി ബേ ഓഫ് ബംഗാളിൽ ചേരുന്നവരെയുള്ള നീളം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 2900 കിലോമീറ്റർ ആണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അപ്പൊ ബ്രഹ്മപുത്രയുടെ ആകെ നീളം എത്ര കിലോമീറ്റർ ആണ് മക്കളെ? 2900 കിലോമീറ്റർ ആണ് ബ്രഹ്മപുത്രയുടെ ആകെ നീളം. എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാ? 2900 കിലോമീറ്റർ. ഓക്കെ, ഇനി ബ്രഹ്മപുത്രയുടെ ഇന്ത്യയിലൂടെ ഒഴുകുന്ന നീളം ആകെ ഇത്രയും ഭാഗം മാത്രമാണ് എന്ത് ചെയ്യുന്നുള്ളൂ? ഇന്ത്യയിലൂടെ ഒഴുകുന്നുള്ളൂ. അപ്പോൾ ഇത്രയും ഒഴുകുന്ന ഇന്ത്യയിലൂടെ ഒഴുകുന്നത് ഇത്രയും പ്രദേശം ഏറ്റവും കൂടുതൽ ടിബറ്റിലാണ്. അത് കഴിഞ്ഞാൽ പിന്നെ എന്താണ് കുറച്ച് പിന്നെ വരുന്നത് ഇന്ത്യയിൽ, അത് കഴിഞ്ഞിട്ടാണ് ബംഗ്ലാദേശ് വരുന്നുള്ളൂ. അപ്പോൾ നിലവിൽ എന്താണ് ഒഴുകുന്നതിൽ രണ്ടാമത്തെ സ്ഥാനം എന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യമാണ്. അപ്പോൾ എത്ര കിലോമീറ്റർ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിൽ 916 കിലോമീറ്റർ. അത് ഇല്ലെങ്കിൽ മാത്രം എന്ത് ചെയ്യുക? SCERT പാഠപുസ്തക പ്രകാരം 725 കിലോമീറ്റർ എന്നും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓപ്ഷൻ നോക്കുക, ഓപ്ഷനിൽ ഏതാണോ കാണുന്നത് അതനുസരിച്ച് എന്ത് ചെയ്യുക? ആൻസറിലേക്ക് പോവുക. അപ്പോൾ 916 കിലോമീറ്റർ ഉണ്ടെങ്കിൽ അതായിരിക്കും ആൻസർ, അല്ലെങ്കിൽ എന്താണ് 725 കിലോമീറ്റർ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ബ്രഹ്മപുത്രയെയും മാനസ സരോവറിനെയും തമ്മിൽ വേർതിരിക്കുന്ന ചുരം ഏതാന്ന് ചോദിച്ചാൽ അത് മറിയം ലാ ചുരമാണ്. മറിയം ലാ ചുരം, അതർവൈസ് നോയ്സ് മായുംല ചുരം എന്ന പേരിലും അറിയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ എന്താണ് ബ്രഹ്മപുത്രയെയും അതേപോലെ തന്നെ മാനസ സരോവറിനെയും തമ്മിൽ വേർതിരിക്കുന്ന ചുരം ഏതാന്ന് ചോദിച്ചാൽ ബ്രഹ്മപുത്രയെയും മാനസ സരോവറിനെയും തമ്മിൽ വേർതിരിക്കുന്ന ചുരം ഏതാന്ന് ചോദിച്ചാൽ മക്കളെ ഏതാണ്? മറിയംല ചുരം അല്ലെങ്കിൽ മായുംല ചുരമാണ്. ഇന്ത്യയിലെ നദികളിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി നമ്മൾ പറഞ്ഞു. ഇന്ത്യയിലെ നദികളിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബ്രഹ്മപുത്ര നദിയാണ്. അതേപോലെ തന്നെ എന്താണ് ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ നദി ഏതാന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവും ഏതാ? നമ്മുടെ ബ്രഹ്മപുത്രയാണ്. ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ നദി, ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി. ഹിമാലയൻ നദികളിൽ മലിനീകരണം ഏറ്റവും കുറഞ്ഞ നദി ഏതാന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവും ഏത് തന്നെയാ? ബ്രഹ്മപുത്രയാണ്. അപ്പോൾ ഇന്ത്യയിലെ നദികളിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി, ഏറ്റവും ആഴം കൂടിയ നദി, ഏറ്റവും മലിനീകരണം കുറഞ്ഞ നദി. അതേപോലെ മറ്റൊരു സവിശേഷതയാണ് 3 പ്രധാന ഹിമാലയൻ നദികൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഏതാണ്? സിന്ധു, അതേപോലെ തന്നെ ഗംഗ. ഇത് രണ്ടും എന്താ? ശ്രീലിംഗനാമ. പിന്നെ ഉള്ളത് ഏതാണ്? ബ്രഹ്മപുത്ര, ബ്രഹ്മാവിന്റെ പുത്രൻ എന്നറിയപ്പെടുന്ന നദി. അതാണ് ഏതെന്ന് പറയുന്നത്? ബ്രഹ്മപുത്ര. അതുകൊണ്ട് തന്നെ പുല്ലിംഗ നാമധേയമുള്ള ഹിമാലയൻ നദി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താഴെ പറയുന്നവയിൽ അത് ബ്രഹ്മപുത്രയാണ്. ഓക്കെ, അപ്പോൾ 3 പ്രധാന ഹിമാലയൻ നദികളിലും പുല്ലിംഗ നാമധേയമുള്ള നദി ഏതാന്ന് ചോദിച്ചാൽ മക്കളെ അത് ബ്രഹ്മപുത്രയാണ്. ഇന്ത്യയുടെ ചുവന്ന നദി നമ്മൾ പറഞ്ഞു, അതായത് ഹിമാലയത്തിലെ മടക്ക് പർവ്വതനിരകളിലൂടെ ഇങ്ങനെ എന്താണ് കുത്തി ഒലിച്ച് പ്രകമ്പനം കൊള്ളിച്ചു വന്നുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? പല അവസാദങ്ങളൊക്കെ വഹിച്ചുകൊണ്ട് വരുന്ന നദിയാണ് ഏത്? നമ്മുടെ ഹിമാലയൻ നദിയായിട്ടുള്ള ബ്രഹ്മപുത്ര. അതുകൊണ്ട് അത് ചുവന്ന കളറിലാണ് ഒഴുകുന്നത്. അസമിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്നു. അസമിന്റെ ജീവരേഖ. സാങ്പോ എന്നാൽ ശുദ്ധീകരിക്കുന്ന എന്നാണ് അർത്ഥം. ബ്രഹ്മപുത്ര എന്നാൽ ബ്രഹ്മാവിന്റെ പുത്രൻ എന്നാണ് അർത്ഥം. ബ്രഹ്മപുത്ര നദി ഒഴുകുന്ന രാജ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ ഏതൊക്കെയാ? നമ്മൾ പറഞ്ഞു ഇന്ത്യ, ചൈന, ടിബറ്റ് അല്ലെങ്കിൽ ബംഗ്ലാദേശ്. ഓക്കെ, അപ്പോൾ 3 രാജ്യങ്ങളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ബ്രഹ്മപുത്ര നദി ഒഴുകുന്നത്. സംസ്ഥാനങ്ങൾ നമുക്കറിയാം, അരുണാചൽ പ്രദേശും അസ്സാമും ആണെന്നുള്ളത്. ടിബറ്റിലെ സാങ്പോ നദിയുടെ ഒരു പ്രധാന വലതുകര പോഷക നദിയാണ് രംഗോ സാങ്പോ എന്ന് പറയുന്നത്. അപ്പോൾ ടിബറ്റിലെ സാങ്പോ നദിയുടെ ഒരു പ്രധാന വലതുകര പോഷക നദിയാണ് രംഗോ സാങ്പോ. ബ്രഹ്മപുത്ര നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്ന സംസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ അരുണാചൽ പ്രദേശിലെ സാദിയ ആണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഓക്കെ മക്കളെ, അപ്പൊ നമ്മുടെ ബ്രഹ്മപുത്ര ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്ന സംസ്ഥാനം നമുക്കറിയാം അരുണാചൽ പ്രദേശിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ബ്രഹ്മപുത്ര നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത്. നമുക്ക് മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവുന്നത് ഇങ്ങനെയാണ് നിലവിൽ എന്ത് ചെയ്യുന്നത്? കയറി വരുന്നത്. അപ്പോൾ ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് നമുക്കറിയാം അരുണാചൽ പ്രദേശിലൂടെ കടന്നാണ് നേരെ അസം വഴി നേരെ എങ്ങോട്ടേക്ക് വരുന്നത്? ഈ പറയുന്ന ബംഗ്ലാദേശിലേക്ക് കടന്ന അവസാനം ബേ ഓഫ് ബംഗാളിൽ ചെന്ന് ചേരുന്ന നദിയാണ് നമ്മുടെ ഏതെന്ന് പറയുന്നത്? ബ്രഹ്മപുത്ര നദി എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആ കാര്യം കറക്റ്റ് സെറ്റായി എന്ന് തന്നെ കരുതുന്നു. നമുക്ക് അടുത്തേക്ക് പോവാം. ലോകത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായിട്ടുള്ള മജുലി ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണെന്ന് മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായിട്ടുള്ള മജുലി ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മപുത്ര നദിയിലാണ്. അപ്പോൾ
അസാമിൽ ബ്രഹ്മപുത്ര നദിയിലാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന മജുലി ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിൽ നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഏറ്റവും നീളം കൂടിയ പാലം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ധോള സാദിയ പാലം എന്ന് പറയുന്നത്, അതർവൈസ് നോൺ as ഭൂപൻ ഹസാരിക പാലം. ഓക്കെ, അപ്പോൾ ഓർത്തു വെച്ചോ, ഇന്ത്യയിൽ നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഏറ്റവും നീളം കൂടിയ പാലം ഏതാന്ന് ചോദിച്ചാൽ മക്കളെ ഏതാണ്? ധോള സാദിയ പാലമാണ്, അല്ലെങ്കിൽ ഭൂപൻ ഹസാരിക പാലം ആണ്. ഓക്കെ, ഇതിന്റെ നീളം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 9.5 കിലോമീറ്റർ ആണ്. ഓക്കെ, 9.15 കിലോമീറ്റർ ആണ് ഇതിന്റെ നീളം എന്ന് പറയുന്നത്. ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദിയായിട്ടുള്ള ലോഹിത് നദിക്ക് കുറുകെയാണ് ഈ പറയുന്ന ഭൂപൻ ഹസാരിക പാലം നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഓക്കെ, ഇന്ത്യയിൽ നദിക്ക് കുറുകെയുള്ള രണ്ടാമത്തെ വലിയ പാലം. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ നദിക്ക് കുറുകെയുള്ള രണ്ടാമത്തെ വലിയ പാലം ഏതാന്ന് ചോദിച്ചാൽ അത് ദിവാങ് ആണ്. ഇത് എത്ര കിലോമീറ്റർ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6.2 കിലോമീറ്റർ ആണ്. അപ്പൊ അതിനേക്കാളും എന്താണ് വലുതാണ് ഏതെന്ന് പറയുന്നത് ഭൂപൻ ഹസാരിക ലോഹിത് നദിയിലുള്ളത്. രണ്ടാമത്തെയാണ് ഏതെന്ന് പറയുന്നത് ദിവാങ് എന്ന് പറയുന്ന പാലമാണ്. ഓക്കെ, ഇനി നമുക്കൊരു കറണ്ട് അഫയേഴ്സ് നോക്കാം. അതായത് വെള്ളത്തിനടിയിലൂടെയുള്ള ഏഷ്യയിലെ ഏറ്റവും നീളമേറിയ ഹൈഡ്രോ കാർബൺ പൈപ്പ് ലൈൻ സ്ഥാപിക്കപ്പെട്ട നദി ഏതാന്ന് ചോദിച്ചാൽ അത് ബ്രഹ്മപുത്രയാണ്. എന്താണ്? അതായത് വെള്ളത്തിനടിയിലൂടെയുള്ള ഏഷ്യയിലെ ഏറ്റവും നീളമേറിയ ഹൈഡ്രോ കാർബൺ പൈപ്പ് ലൈൻ സ്ഥാപിക്കപ്പെട്ട നദി ഏതാന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ബ്രഹ്മപുത്ര നദിയാന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ വെള്ളത്തിനടിയിലൂടെയുള്ള ഏഷ്യയിലെ ഏറ്റവും നീളമേറിയ ഹൈഡ്രോ കാർബൺ പൈപ്പ് ലൈൻ സ്ഥാപിക്കപ്പെട്ട നദിയാണ് ഏതെന്ന് പറയുന്നത് ബ്രഹ്മപുത്ര നദി. ബ്രഹ്മപുത്ര നദി ഏതാണ്? നംച ബർവ പർവ്വതത്തെ യു ആകൃതിയിൽ തിരിഞ്ഞാണ് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ ഏത് പർവ്വതത്തെ തിരിഞ്ഞാണ് നിലവിൽ ബ്രഹ്മപുത്ര നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത്? അതും യു ആകൃതിയിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ബ്രഹ്മപുത്ര നദി നംച ബർവ പർവ്വതത്തെ യു ആകൃതിയിൽ തിരിഞ്ഞാണ് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് എന്നുള്ളതും ഓർത്തു വയ്ക്കുക. നംച പർവ്വതത്തെ യു ആകൃതിയിൽ മുറിച്ചുകൊണ്ട് ഗിരികന്ധര താഴ്വരയിലൂടെ ഒഴുകുന്നതിനു ശേഷമാണ് മലയടിവാരത്ത് ഈ നദി സിയാങ് അല്ലെങ്കിൽ ദിഹാങ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ നംച പർവ്വതത്തെ യു ആകൃതിയിൽ മുറിച്ചുകൊണ്ട് ഗിരികന്ധര താഴ്വരയിലൂടെ ഒഴുകിയതിനു ശേഷം മലയടിവാരത്ത് ഈ നദി സിയാങ് അല്ലെങ്കിൽ ദിഹാങ് ആണ് അറിയപ്പെടുന്നത്. ബ്രഹ്മപുത്ര നദിയുടെ പ്രധാന പോഷക നദികൾ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാമിങ്, ധൻസിരി, ടീസ്റ്റ, ലോഹിത്, മനാസ്, സുബൻസിരി, സങ്കോഷ്, ബുർഹി, ദിഹിങ്, ചമ്പാമതി, സബൻബംഗ, ബറേലി. ഇതൊക്കെയാണ് ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദികൾ എന്ന് പറയുന്നത്. കുറച്ച് ബുദ്ധിമുട്ടാണ് കേൾക്കുമ്പോൾ, പക്ഷെ എന്താണ് നമ്മൾ ഓർത്തിരുന്നു കഴിഞ്ഞാൽ നമുക്കത് കിട്ടും. ഓക്കെ, മെയിനായിട്ട് ഏതാണ് ഈ പറയുന്ന നദികൾ ജസ്റ്റ് ഒന്ന് നോക്കിക്കോ. അതായത് ഏതൊക്കെയാണ്? ഈ പറയുന്ന മനാസ്, അതേപോലെ തന്നെ ടീസ്റ്റ, അതേപോലെ തന്നെ ഏതാണ് ഈ പറയുന്ന ലോഹിത്, അതൊക്കെ ഏതാണ് പറയുന്ന പ്രധാനപ്പെട്ട നദികളിൽ വരുന്നവയാണ്. ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താണ്? കാമിങ്, ധൻസിരി, ടീസ്റ്റ, ലോഹിത്, മനാസ്, സുബൻസിരി, സങ്കോഷ്, ബുർഹി, ദിഹിങ്, അതേപോലെ ചമ്പാമതി, സദൻബംഗ, ബറേലി. ഇതൊക്കെയാണ് ബ്രഹ്മപുത്ര നദിയുടെ പ്രധാന പോഷക നദികൾ. ഇത് വലത് സൈഡിലൂടെയും ഇടത് സൈഡിലൂടെയും വരുന്ന നദികളുണ്ട്. രണ്ടിനെയും സെപ്പറേറ്റ് പറഞ്ഞിട്ടില്ല, മൊത്തമാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ബ്രഹ്മപുത്ര നദിയുടെ പ്രധാന പോഷക നദികളാണ് ഏതൊക്കെ? കാമിങ്, അതേപോലെ തന്നെ ധൻസിരി, ടീസ്റ്റ, ലോഹിത്, മനാസ്, സുബൻസിരി, സങ്കോഷ്, ബുർഹി, ദിഹിങ്, ചമ്പാമതി, സദൻബംഗ, ബറേലി എന്നുള്ളത്. ഓക്കെ, ഇന്ത്യയിൽ ഏറ്റവും വേഗതയിൽ ഒഴുകുന്ന നദി ഏതാന്ന് ചോദിച്ചാൽ അത് ടീസ്റ്റയാണ്. ഓക്കെ, ഇന്ത്യയിൽ ഏറ്റവും വേഗതയിൽ ഒഴുകുന്ന നദി ഏതാന്ന് ചോദിച്ചാൽ മക്കളെ ഏതാണ്? ടീസ്റ്റയാണ്. സിക്കിം, പശ്ചിമ ബംഗാൾ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്ന നദി ഏതാന്ന് ചോദിച്ചാൽ അതും ടീസ്റ്റയാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും വേഗതയിൽ ഒഴുകുന്ന നദിയാണ് ടീസ്റ്റ. സിക്കിം, പശ്ചിമ ബംഗാൾ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്ന നദി ഏതാന്ന് ചോദിച്ചാൽ അതും ഏത് തന്നെയാണ്? ടീസ്റ്റയാന്നുള്ളതും ഓർത്തു വയ്ക്കുക. പല പേരുകളിൽ ഈ പറയുന്ന നമ്മുടെ ബ്രഹ്മപുത്ര നദി അറിയപ്പെടുന്നുണ്ട്. അത് എവിടെയൊക്കെ ഏതൊക്കെ പേരുകളിലാണെന്നുള്ളത് എപ്പോഴും ചോദിക്കാറുണ്ട്. മിക്കപ്പോഴും കൺഫ്യൂസിങ് ആവാറുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ഉറപ്പായിട്ടും പഠിച്ചു വയ്ക്കുക. അതായത് ടിബറ്റിൽ ബ്രഹ്മപുത്ര നദിയുടെ പേരാണ് സാങ്പോ. എന്താണ്? ടിബറ്റിൽ സാങ്പോ എന്ന പേരിൽ അറിയപ്പെട്ടു. ടിബറ്റിൽ സാങ്പോ. ബ്രഹ്മപുത്ര നദിയുടെ ഉപരിപാതയിൽ ടിബറ്റിന്റെ നാമമാണ് യാർലിംഗ് സാങ്പോ. നമ്മൾ കുറച്ചു മുമ്പ് കണ്ടതാണ്. അതായത് ടിബറ്റിലൂടെയാണ് ഏറ്റവും കൂടുതൽ ഈ ബ്രഹ്മപുത്ര നദി ഒഴുകുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് ഇന്ത്യയിലൂടെ, അത് കഴിഞ്ഞിട്ട് ബംഗ്ലാദേശ്, അത് കഴിഞ്ഞിട്ട് നേരെ ബേ ഓഫ് ബംഗാളിൽ ചെന്ന് ചാടുന്നു.
ഓക്കെ, അപ്പൊ അങ്ങനെ പോയി കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും, അതായത് എന്താണ്, ഈ പറയുന്ന നിലവില് എന്താണ്, ഈ പറയുന്ന ടിബറ്റിലൂടെ ഒഴുകുമ്പോൾ ആ ഒരു സമയത്ത് അറിയപ്പെടുന്നതാണ് യാർലിംഗ് സാങ്പോ എന്ന പേരിലാണ് ബ്രഹ്മപുത്ര നദി ഒഴുകുന്നത്. യാർലിംഗ് സാങ്പോ എന്ന പേരിലാണ്. ഇനി ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്രയുടെ പേര് ജമുന എന്നാണ്. അപ്പോൾ ബംഗ്ലാദേശില് ജമുന എന്ന പേരിലാണ് ബ്രഹ്മപുത്ര അറിയപ്പെടുന്നത്. അപ്പോൾ ബ്രഹ്മപുത്ര എന്ന പേരിലല്ല അറിയപ്പെടുന്നത്, ജമുന എന്ന പേരിലാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അരുണാചൽ പ്രദേശിൽ ദിഹാങ് എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ അരുണാചൽ പ്രദേശിൽ ദിഹാങ്, ബംഗ്ലാദേശിൽ ജമുന, ടിബറ്റിലാണെങ്കിൽ സാങ്പോ, ടിബറ്റിന്റെ ഉപരിപാതയിലൂടെ അറിയപ്പെടുന്നത് യാർലിംഗ് സാങ്പോ എന്ന പേരിലാണ്. ഇനി അസാമിൽ മാത്രമാണ് ബ്രഹ്മപുത്ര എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ അസാമിൽ അറിയപ്പെടുന്നതാണ് ബ്രഹ്മപുത്ര. അസാമിന്റെ ജീവരേഖ എന്നൊക്കെ അറിയപ്പെടുന്ന നദിയാണല്ലോ ബ്രഹ്മപുത്ര. അപ്പൊ അതുകൊണ്ട് അസമിൽ ഏതാ പേരിലാണ് അറിയപ്പെടുന്നത്, ബ്രഹ്മപുത്ര എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. ബംഗ്ലാദേശിൽ ജമുന എന്ന പേരിൽ അറിയപ്പെടുന്നു. ബംഗ്ലാദേശിൽ ജമുന നമ്മൾ കുറച്ചു മുമ്പ് കണ്ടായിരുന്നു. അതായത് എന്താണ്, നിലവിൽ ബംഗ്ലാദേശില് പത്മ എന്ന പേരിൽ ഗംഗ അറിയപ്പെടും, ബ്രഹ്മപുത്ര ജമുന എന്ന പേരിലും അറിയപ്പെടുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇത് രണ്ടും കൂടി മെർജ് ചെയ്ത് ഒറ്റ നദിയായിട്ടാണ് എങ്ങോട്ടേക്ക് ഒഴുകുന്നത്, നമ്മുടെ ബേ ഓഫ് ബംഗാളിലേക്ക് ഒഴുകുന്നത് ഒറ്റ നദിയായിട്ടാണ്. അപ്പൊ നോക്കിയ മക്കളെ, ബ്രഹ്മപുത്ര നദി ഇവിടെ നിന്ന് എന്താണ്, ചെമയുന്തും ഗ്ലേഷ്യറിൽ നിന്ന് ഇങ്ങനെ വന്ന് അവസാനം ഇവിടെ വന്ന് ഇവിടെ മെർജ് ചെയ്യാണ്. അതേപോലെ തന്നെ എന്താണ്, ഇവിടെ നിന്ന് നമ്മുടെ ഉത്തരാഖണ്ഡിലെ എന്താണ്, ഉത്തരാഖണ്ഡിൽ നിന്നും ഉത്ഭവിച്ചു വരുന്ന ഗംഗാ നദി ഇങ്ങനെ വന്ന് ഇവിടെ മെർജ് ചെയ്യുന്നു. അപ്പൊ എന്താണ്, ഇവര് ബംഗ്ലാദേശിൽ വന്നിട്ടാണ് ഇവർ രണ്ടുപേരും കൂടി മെർജ് ചെയ്യുന്നത്, ജോയിൻ ചെയ്യുന്ന സ്ഥലമാണ്. എല്ലാവരും കണ്ടു എന്ന് കരുതുന്നത് ഇവിടെ വെച്ചാണ് ഇവർ രണ്ടുപേരും, അതായത് ബ്രഹ്മപുത്ര ബംഗ്ലാദേശില് ഇവിടെ വെച്ച് എന്ത് ചെയ്യുന്നു, ഇവിടെ വെച്ച് മെർജ് ചെയ്യുന്നു. അതേപോലെ ഗംഗ ബംഗ്ലാദേശ് ഇവിടെ വെച്ച് മെർജ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഇത് രണ്ടും അറിയപ്പെടുന്നത് രണ്ട് പേരിലാണ്. നമ്മൾ പറഞ്ഞു ബ്രഹ്മപുത്ര എന്ന് പറയുന്നത് ജമുന എന്ന പേരിലും ഗംഗയാണെങ്കിൽ പത്മ എന്ന പേരിലും അറിയപ്പെടുന്നത്. ഈ രണ്ട് നദികളും, അതായത് ജമുനയും അതേപോലെ തന്നെ പത്മയും കൂടി മെർജ് ചെയ്ത് ഒന്നാവുക. അപ്പൊ ഒന്നായി കഴിഞ്ഞിട്ടാണ് എങ്ങോട്ടേക്ക് ചാടുന്നത്, ബേ ഓഫ് ബംഗാളിലേക്ക് ഒഴുകി ചേരുന്നത്. അപ്പോൾ ആ ഒന്നാകുന്ന സമയത്ത് പിന്നീട് ഇവർ അറിയപ്പെടുന്നത് എന്ത് പേരിലാ, മേഘ്ന എന്ന പേരിലാ. ഓക്കെ, അപ്പോൾ സെറ്റായി എന്ന് കരുതുന്നു. അപ്പോൾ ഗംഗയാണ്, ഗംഗ ബംഗ്ലാദേശിൽ പത്മ എന്ന പേരിൽ അറിയപ്പെട്ടു, ബ്രഹ്മപുത്ര ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ജമുന എന്ന പേരിൽ അറിയപ്പെട്ടു. രണ്ടും കൂടി മെർജ് ചെയ്ത് ഒറ്റ നദിയായി കഴിഞ്ഞപ്പോൾ അറിയപ്പെട്ടു എന്തെന്ന്, മേഘ്ന എന്ന പേരിൽ. ഓക്കെ, അപ്പോൾ ഇവരുടെ അതായത് ബ്രഹ്മപുത്രയുടെയും ഗംഗയുടെയും എന്താണ് മെർജ് ചെയ്ത് കഴിഞ്ഞ് പിന്നീട് അറിയപ്പെട്ട പേരാണ് മേഘ്ന. അങ്ങനെ മേഘ്നയായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ബേ ഓഫ് ബംഗാളിലേക്ക് വന്ന് ചേരുന്നത്. അപ്പോൾ ബംഗ്ലാദേശിലാണ് ഇവരുടെ സംഗമം എന്താണ് നടക്കുന്നത് എന്നുള്ളതും ഓർത്തു വെക്കുക. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ പറഞ്ഞു, കണ്ടോ ടിബറ്റൻ റീജിയനിലൂടെയാണ് ബ്രഹ്മപുത്ര ഒഴുകുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യയുടെ ഇവിടെയായിട്ട് എന്താണ്, ഇവിടെ നോർത്തേൺ റീജിയൻ ആണ്. നോർത്തേൺ റീജിയന്റെ ഇവിടെ എന്താണ്, കൈലാഷ് പർവ്വതനിരയാണ്, ഇവിടെ മാനസ സരോവർ ഉണ്ട്. അപ്പോൾ ഇതിന്റെ സൈഡിലായിട്ട് എന്താണ്, ഇവിടുത്തെ ഈ പറയുന്ന കിഴക്ക് ഭാഗത്തായിട്ട് മാനസ സരോവറിന്റെ കിഴക്ക് ഭാഗം. അപ്പോൾ ഈ കിഴക്ക് ഭാഗത്ത് ഇവിടെയാണ് എന്ത് വരുന്നത്, ചെമയുന്തും ഗ്ലേഷ്യർ എന്നറിയപ്പെടുന്ന ഹിമാനി കാണപ്പെടുന്നത്. ഇവിടെ നിന്നുമാണ് ഏത് വരുന്നത്, നമ്മുടെ ബ്രഹ്മപുത്ര ഒഴുകി വരുന്നത്. അപ്പോൾ എന്താണ്, ടിബറ്റിലൂടെ അറിയപ്പെട്ട പേരാണ് എന്തെന്ന്, യാർലിംഗ് സാങ്പോ. ഓക്കെ, യാർലിംഗ് സാങ്പോ എന്ന പേരിൽ അറിയപ്പെടുന്ന നദിയാണ് എവിടെ, ടിബറ്റിലെ യാർലിംഗ് സാങ്പോ എന്ന പേരിലാണ് ബ്രഹ്മപുത്ര അറിയപ്പെടുന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ബാക്കിയുള്ള കാര്യങ്ങൾ. അതായത് എന്താണ്, അങ്ങനെ മെർജ് ചെയ്ത് അവർ ഒരുമിച്ച് ഒഴുകുകയാണ്. ഓക്കെ, ബ്രഹ്മപുത്രയുടെ ഏറ്റവും വലിയ പോഷക നദി ഏതാന്ന് ചോദിച്ചാൽ അത് സുബൻസിരി ആണ്. ഓക്കെ, അപ്പോൾ ബ്രഹ്മപുത്ര നദിയുടെ ഏറ്റവും വലിയ പോഷക നദി ഏതാന്ന് ചോദിച്ചാൽ അത് സുബൻസിരി ആണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. ബ്രഹ്മപുത്ര നദിയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് സുബൻസിരി. സുബൻസിരി പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്നത് അരുണാചൽ പ്രദേശിലെ അസം അതിർത്തിയിലാണ്. ഓക്കെ, അപ്പോൾ സുബൻസിരി പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അരുണാചൽ പ്രദേശിലെ അസം അതിർത്തിയിലാണ് സുബൻസിരി പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്നത്. ബ്രഹ്മപുത്രയുടെ പോഷക നദിയായ ലോഹിത് ഒഴുകുന്ന സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. അപ്പോൾ ബ്രഹ്മപുത്രയുടെ പോഷക നദിയായിട്ടുള്ള ലോഹിത് ഒഴുകുന്ന സംസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ മക്കളെ, ഏതാ, അരുണാചൽ പ്രദേശിലൂടെയാണ് ബ്രഹ്മപുത്രയുടെ പോഷക നദിയായിട്ടുള്ള ലോഹിത് ഒഴുകുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് അരുണാചൽ പ്രദേശാന്നുള്ളതും ഓർത്തു വയ്ക്കുക. അരുണാചൽ പ്രദേശിലെ മിഷ്മി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദിയാണ് ഏതെന്ന് പറയുന്നത്, ദിബാങ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഓർത്തു വെച്ചോ, ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദിയായുള്ള ലോഹിത് ഒഴുകുന്ന സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശിലെ മിഷ്മി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ബ്രഹ്മപുത്രയുടെ പോഷക നദി ഏതാന്ന് ചോദിച്ചാൽ മക്കളെ അതാണ് ദിബാങ് എന്ന് പറയുന്നത്. ദിബാങ് ഓർത്തു വെച്ചോ, ഇമ്പോർട്ടന്റ് ആണ് ദിബാങ്. ഓക്കെ, ഇനി അടുത്തതാണ് ഭൂട്ടാനിൽ നിന്ന് ഉത്ഭവിച്ച്
അസമിനും പശ്ചിമ ബംഗാളിനും ഇടയിലൂടെ ഒഴുകുന്ന നദിയാണ് സങ്കോഷ്. ഓക്കെ, അപ്പോൾ ഭൂട്ടാനിൽ നിന്ന് ഉത്ഭവിച്ച് അസമിനും പശ്ചിമ ബംഗാളിനും ഇടയിലൂടെ ഒഴുകുന്ന നദിയാണ് സങ്കോഷ്. ബ്രഹ്മപുത്ര വെള്ളപ്പൊക്കത്തിനും തീര അപരദനത്തിനും ഗതിമാറി ഒഴുകുന്നതിനും പേര് കേട്ട നദിയാണ്. അതുകൊണ്ട് തന്നെയാ ഇതിനെ ചുവന്ന നദി എന്നൊക്കെ അറിയപ്പെടുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബ്രഹ്മപുത്ര നദി എന്താണ്, ഈ പറയുന്ന ഹിമാലയത്തിൽ നിന്നും അവിടെ, അതായത് ടിബറ്റൻ റേഞ്ച്, അതായത് ഉത്തരപർവ്വത മേഖലയിൽ നിന്നും, അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന ഹിമാലയം എന്ന് പറയുന്ന മടക്ക് പർവ്വതത്തിലൂടെ ഇടിച്ച് ഒഴുകി പ്രകമ്പനം കൊള്ളിച്ചാണ് ഇത് വരുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ഇത് ഗതിമാറി ഒഴുകുന്നുണ്ട്. അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന നമ്മുടെ അപരത്തിനും അതേപോലെ തന്നെ ഗതിമാറി ഒഴുകുന്നതിനും വെള്ളപ്പൊക്കത്തിനും ഒക്കെ പേര് കേട്ട നദിയാണ് എന്ന് പറയുന്ന ബ്രഹ്മപുത്ര നദി. അതേപോലെ തന്നെ എപ്പോഴും ഇതിൻ്റെ അകത്ത് എന്താണ് എല്ലാ സീസണുകളിലും വെള്ളം ഉണ്ടാകുന്ന ഒരു നദി എന്നറിയപ്പെടുന്നതും നമ്മുടെ ഏതാണ് ബ്രഹ്മപുത്ര നദി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന എന്താണ് ഭയങ്കര എന്താണ് അടിയൊഴുക്കുള്ളത് കൊണ്ടും എന്താണ് ഇതിങ്ങനെ ഭയങ്കര സ്പീഡിലാണ് ഒഴുകി വരുന്നത്. അതുകൊണ്ട് ഇങ്ങനെ കളർ മാറി ചുവന്ന കളറിൽ വരുന്നു. അതേപോലെ തന്നെ അവിടെയുള്ള അവസാദങ്ങളെല്ലാം എന്താണ് ഒഴുക്കിക്കൊണ്ട് വരുന്നതും ആര് തന്നെയാണ്, ഈ പറയുന്ന ബ്രഹ്മപുത്ര നദിയാണ്. പക്ഷെ ഒരു കാര്യം നമുക്ക് പറയാനായിട്ട് പറ്റും, ഈ പറയുന്ന ഹിമാലയൻ നദികളിൽ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും മലിനീകരണം കുറഞ്ഞ നദി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എന്താണ് ആൻസർ എന്ന് പറയുന്നത് ബ്രഹ്മപുത്ര നദിയാണ്. ചിലപ്പോൾ എന്താണ് നമ്മൾ പറയാണ്ട് ഒഴുക്കുള്ള വെള്ളത്തിൽ അഴുക്കില്ല എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടായിരിക്കും, നല്ല സ്പീഡിൽ ഒഴുകുന്നതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇതിൽ ഒട്ടും അഴുക്കില്ല എന്ന് പറയുന്നത്. എന്തായാലും നല്ല ഒഴുക്കുള്ളതും ഏറ്റവും കൂടുതൽ എന്താണ് ഈ പറയുന്ന വെള്ളം കൊണ്ടുവരുന്ന നദിയും ഏറ്റവും വലിയ നദി എന്നറിയപ്പെടുന്നതും അതുകൊണ്ട് ഏത് തന്നെയാണ്, നമ്മുടെ ബ്രഹ്മപുത്ര നദിയാന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഓക്കെ, ഇനി മജ്ലി ഉൾപ്പെടെയുള്ള ധാരാളം ദ്വീപുകൾ ബ്രഹ്മപുത്ര നദിയിൽ സ്ഥിതി ചെയ്യുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മപുത്ര നദി ഈ പറയുന്ന വെള്ളപ്പൊക്കത്തിനും തീരാപരദനത്തിനും ഗതിമാറുന്നതിനും കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിക്ക പോഷക നദികളും വളരെ വലിപ്പമുള്ളവയാണ്. വൃഷ്ടി പ്രദേശങ്ങളിൽ അതിശക്തമായിട്ടുള്ള അളവിൽ മഴ ലഭിക്കുന്നതിനാൽ വളരെ കൂടുതൽ അവസാദങ്ങൾ വഹിച്ചു കൊണ്ടുവരുന്നവയാണിവ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മപുത്ര നദിയുടെ മാത്രം എന്താണ് ഇതല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു വലത് സൈഡിൽ നിന്നും ഇടത് സൈഡിൽ നിന്നും വരുന്ന ഒത്തിരി എന്തുണ്ട്. ഇപ്പൊ ബ്രഹ്മപുത്രയുടെ ഇടത് തീരത്ത് വരുന്ന പോഷക നദിയാണ് നമ്മുടെ ബുർഹി, ദിഹിങ്, ധൻസിരി, കലാങ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതെന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന വലത് വശത്ത് അതായത് ഇടത് വശത്ത് നിന്നും ധാരാളം അവസാദങ്ങളെല്ലാം എന്ത് ചെയ്തുകൊണ്ട് ഒഴുക്കിക്കൊണ്ടാണ് ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഇതിലേക്ക് വരുന്നത്. അതേപോലെ തന്നെ എന്താണ് വലത് തീര പോഷക നദികളാണ് സുബൻസിരി, മനാസ്, അതേപോലെ തന്നെ എന്താണ് ഡങ്കോഷ് എന്നൊക്കെ പറയുന്ന ബാക്കിയുള്ള നദികൾ. അങ്ങനെ ഇവയെല്ലാം കൂടി അവസാദങ്ങൾ കൊണ്ടുവന്ന് ആകെ എല്ലാം കൊണ്ടുവന്ന് ചേർക്കുന്നത് എങ്ങോട്ടേക്കാ, ബ്രഹ്മപുത്ര എന്ന് പറയുന്ന ആ ഒരു നദിയിലേക്കാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവയെല്ലാം എന്ത് ചെയ്യുന്നത്, ഭയങ്കരമായിട്ട് വെള്ളപ്പൊക്കത്തിനും തീരാപരദനത്തിനും ഗതിമാറി ഒഴുകുന്നതിനും ഒക്കെ പേരുകേട്ട നദി എന്ന ആ ഒരു ഖ്യാതി ആർക്ക് വന്നത്, ബ്രഹ്മപുത്ര നദിക്ക് വന്നതെന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഓക്കെ, ഇനി മജ്ലി ഉൾപ്പെടെയുള്ള ധാരാളം ദ്വീപുകൾ ബ്രഹ്മപുത്ര നദിയിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. ബ്രഹ്മപുത്രയുടെ ഇടതീര പോഷക നദികളാണ് ഏതൊക്കെയാ, ബുർഹി, ദിഹിങ്, ധൻസിരി, കലാങ് ഒക്കെയാണ് ബ്രഹ്മപുത്രയുടെ ഇടതുതീര പോഷക നദികൾ. ഏതൊക്കെയാ, ബുർഹി, ദിഹിങ്, ധൻസിരി, കലാങ്. ഇനി ബ്രഹ്മപുത്ര നദിയുടെ വലതു തീര പോഷക നദികൾ ഏതൊക്കെയാന്ന് ചോദിച്ചാൽ സുബൻസിരി, മനാസ്, ഡങ്കോഷ്, കാമങ്ങാണ്. ഓക്കെ, അപ്പോൾ വലതു തീരത്തെ നദികളാണ് സുബൻസിരി, മനാസ്, സങ്കോഷ്, കാമങ്. ഇത്രയാണ് എന്തെന്ന് പറയുന്നത്, വലതു തീരത്തെ ബ്രഹ്മപുത്രയുടെ പോഷക നദികൾ എന്ന് പറയുന്നത് സുബൻസിരി, മനാസ്, സങ്കോഷ്, കാമങ്. സാദിയ ധൂബ്രി നാഷണൽ വാട്ടർവേ, നമുക്കറിയാം നാഷണൽ വാട്ടർവേ 2 എന്ന് പറയുന്നതാണ് ഏതെന്ന് പറയുന്നത്, സാദിയ ധൂബ്രി. ഇത് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മപുത്ര നദിയിലാണ്. സാദിയ ധൂബ്രി നാഷണൽ വാട്ടർവേ 2 സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മപുത്ര നദിയിലാണ്, സാദിയ ധൂബ്രി. ധൂബിക്കടുത്ത് വെച്ച് ബ്രഹ്മപുത്ര നദി ബംഗ്ലാദേശിലേക്ക് പ്രവേശിക്കുന്നു. ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്രയും ഗംഗയും ഒത്തുചേർന്ന് മേഘ്ന എന്ന പേരിലാണ് ഒഴുകുന്നത്. ബ്രഹ്മപുത്രയുടെ പതന സ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ മക്കളെ എവിടെയാണ്, ബേ ഓഫ് ബംഗാൾ, ബംഗാൾ ഉൾക്കടലിലാണ് അവസാനം എന്ത് ചെയ്യുന്നത്, നമ്മുടെ ബ്രഹ്മപുത്ര നദി ചെന്ന് പതിക്കുന്ന സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താണ്, ബംഗാൾ ഉൾക്കടലിലാണ് ബ്രഹ്മപുത്രയുടെ പതന സ്ഥാനം എന്നറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്താണ് ഹിമാലയൻ റിവേഴ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നദിയാണ് ഏതെന്ന് പറയുന്നത്, ബ്രഹ്മപുത്ര എന്ന് പറയുന്നത്.
ബ്രഹ്മപുത്രയും അവയുടെ പോഷക നദികളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ കറക്റ്റ് സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെയാണ് നമ്മൾ ഓരോ ദിവസവും ക്ലാസ്സും നോട്ട്സും എല്ലാം നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളും എന്ത് ചെയ്യുക, ആത്മാർത്ഥയോടുകൂടി തന്നെ പഠിച്ച് മുന്നോട്ടേക്ക് പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് ബ്രഹ്മപുത്രയെ കുറിച്ചാണ്. അപ്പോൾ ബ്രഹ്മപുത്രയുടെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ അതിൻ്റെ റാങ്ക് മേക്കിംഗ് വരുന്ന ചോദ്യങ്ങളും കറണ്ട് അഫയേഴ്സ് ഫാക്റ്റുകൾ ഉൾപ്പെടെയാണ് നമ്മൾ പഠിച്ചു പോയത്. ഓക്കെ, അപ്പോൾ ഉത്ഭവം ഒന്നുകൂടി ഞാൻ പറയാണ്, ചെമയുന്തും ഗ്ലേഷ്യറിൽ നിന്നുമാണ് ബ്രഹ്മപുത്ര ഉത്ഭവിക്കുന്നത്. ഇത് ഒരു എന്താ പറയുക, ഒരു നോർമൽ എക്സാം അല്ലെങ്കിൽ ഒരു ബേസ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് വരുന്നതെങ്കിൽ ചിലപ്പോൾ എന്ത് പറയും, ഈ പറയുന്ന മാനസ സരോവർ അല്ലെങ്കിൽ ടിബറ്റിൽ നിന്നും ഉത്ഭവിക്കുന്നത് എന്നൊക്കെ ചോദിക്കാം. പക്ഷേ പ്രോപ്പറായിട്ട് പറയുകയാണെങ്കിൽ ബ്രഹ്മപുത്രയുടെ ഉത്ഭവം എന്ന് പറയുന്നത് ചെമയുങ്തുങ് ഗ്ലേഷ്യർ അല്ലെങ്കിൽ ചെമയുങ്തുങ് ഹിമാനിയിൽ നിന്നാണ്. ടോട്ടൽ ലെങ്ത് 2900 ഇന്ത്യയിലൂടെ 916 കിലോമീറ്റർ ആണ് എന്ത് ചെയ്യുന്നത്, ഒഴുകുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ എന്താണ് ജലം വഹിക്കുന്ന നദി, ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ നദി, മലിനീകരണം ഏറ്റവും കുറഞ്ഞ നദി, ചുവന്ന നദി എന്നൊക്കെ അറിയപ്പെടുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്, നമ്മുടെ ബ്രഹ്മപുത്ര നദിയാണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ബേസ് ആയിട്ട് ഇതിൻ്റെ അത് പഠിക്കാനുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ പഠിച്ച് സെറ്റാക്കി വെക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എന്താ പറയുക ബേസ് പോയിന്റ്സ് നമ്മൾ ഒരിക്കലും തെറ്റിക്കാൻ പാടില്ല. കാരണം എന്താണ്, ഇത് നമുക്ക് ഉറപ്പായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതേ ചോദ്യങ്ങൾ എന്താണ് ബേസ് ലെവലിലായിട്ടുള്ള ചോദ്യങ്ങൾ ഒരിക്കലും നമ്മൾ തെറ്റിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു റാങ്കിലേക്ക് വരാനായിട്ട് പറ്റത്തില്ല. എല്ലാവരും ശരിയാക്കുന്ന ചോദ്യങ്ങൾ നമ്മൾ ഒരിക്കലും തെറ്റിക്കാൻ പാടില്ല. അതേപോലെ തന്നെ എന്താണ്, എല്ലാവരും എന്താണ് തെറ്റിച്ചോ അല്ലെങ്കിൽ എന്താണ് എല്ലാവരും ശരിയാക്കാത്ത ചോദ്യങ്ങളിൽ കൂടി നമ്മൾ ആൻസർ ചെയ്യുമ്പോഴാണ് നമ്മൾ നല്ല റാങ്കിലേക്ക് വരാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഇത് അടുത്ത ദിവസം നമ്മൾ ഉപദ്വീപിയൻ നദികൾ അതായത് പെനിൻസുലാർ റിവേഴ്സ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യും, പഠിച്ച് സെറ്റായിട്ട് ഇതേപോലെ തന്നെ പോകും. അപ്പോൾ നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും എല്ലാം തുടർന്നും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇതിന് ശേഷം PDF നോട്ട് ലഭിക്കുന്നതിന് വേണ്ടി ടെലഗ്രാം ചാനൽ കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. മക്കളെ ഒറ്റ കാര്യം കൂടി ഒന്നുകൂടിയും പറയുകയാണ്, അതായത് ഇനിയും ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യുക. കാരണം നമ്മളിടുന്ന ക്ലാസ്സുകളുടെ PDF നോട്ട് ലഭിക്കുന്നതിനും എല്ലാ ദിവസവും ക്ലാസ്സുമായി ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻ ബോർഡിൽ അറ്റൻഡ് ചെയ്യാനും നമുക്ക് ടെലഗ്രാമിൽ കൂടിയേ തീരൂ. അപ്പോൾ അതിൻ്റെ അകത്ത് ഉറപ്പായിട്ടും ജോയിൻ ചെയ്യുക. ഓക്കെ, അതേപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് കാര്യങ്ങളെല്ലാം തരുന്നതും അതിൻ്റെ അകത്ത് തന്നെയാണ്. എന്താണ് പിന്നെ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവറോൾ റിവിഷൻസ് എല്ലാ വീക്കിലിയും വരുന്നതും ടെലഗ്രാമിൽ തന്നെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ടെലഗ്രാം വഴിയാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ബാക്കി ക്ലാസ്സുകൾ മാത്രമാണ് വീഡിയോ ക്ലാസ്സുകൾ യൂട്യൂബിൽ വരുന്നതും അതേപോലെ തന്നെ പോസ്റ്റുകളും ബാക്കി കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വ്യക്തമായി ഓരോ കാര്യങ്ങളും മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളൂ. എല്ലാവർക്കും എത്രയും പെട്ടെന്ന് നല്ലൊരു ജോലി കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് സർവേശ്വരനോട് പ്രാർത്ഥിച്ച് ഇന്നത്തെ ഈ ഒരു സെഷൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. സൈനിങ് ഓഫ് അരുൺ കൊമ്പനാടൻ. താങ്ക് യു.